ഫാൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു വിജയ് ഫാൻസ് ആണ്, എന്നാലും പറയുന്നത് വിജയ്ക്ക് പോലും ഒരു ഡയറക്ടർ ഇങ്ങനെ ചെയ്തു കൊടുക്കൂല. പിന്നെ ഒന്നും പറയാനല്ലോ, തലയുടെ തിരിച്ചു വരുമെന്നല്ല, ഫാൻസുകാർക്ക് വേണ്ടി തല തിരിച്ചു വന്നിട്ടുണ്ട്. അത്ര തലയുടെ വിളയാട്ടമാണ്, അടിച്ചു പൊളിച്ചു. അജിത് ഫാൻസിന് നല്ല ഇതിൽ ഇഷ്ടപ്പെടും. സൂപ്പർ പടം, സൂപ്പർ സൂപ്പർ. യാക്കടെ തിരിച്ചു വരുമെന്നെ പറയാം. സൂപ്പർ പടം, ഒരു രക്ഷയില്ല. ആറാടി തള്ളി സൗണ്ട് വരെ അടഞ്ഞു. അത്ര അമ്മാതിരി പടം തീ. അജിത്തിന്റെ മാസ് രക്ഷയിലാണ്. പറയേണ്ട പുള്ളിയുടെ ഒരു കംപ്ലീറ്റ് ആക്ഷൻ പാക്ക് ആയിട്ട് നിൽപ്പുണ്ട്. ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, വേറെ ഒന്നും പറയാനില്ല. അജിത്തിന്റെ പടം അഭിപ്രായം കൊള്ളാം, നല്ല പടം, നല്ല പടം, ഫാൻ ബോയ് പടം. എടുത്ത് പറയാനേ ഉള്ളൂ. അങ്ങനെ ഗ്ലാമർ കൊള്ളാം. അങ്ങ് ചെന്നങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി. കൊള്ളാം, നല്ല റെഫറൻസ് തന്നെ കൂടുതൽ. അജിത്തിന്റെ പഴയ പടങ്ങളുടെ റെഫറൻസും പിന്നെ പഴയ പാട്ടുകളുടെ അങ്ങനെ നേരത്തെ എടുത്ത പടമല്ല നമ്മളെ മാർക്ക് ആന്റണി, അതിന്റെ ഒരു ഇത് തന്നെ. പക്ഷെ ആ ലെവല് വന്നില്ല. ഇതിന്റെ വില്ലനും നമ്മുടെ SJ സൂര്യർ അത്രയൊന്നും വന്നില്ല. ആ ക്ലൈമാക്സും ഒരു ആവറേജ്. പിന്നെ ടൈം കുറവായതുകൊണ്ട് വലിയ ബോറടിക്കൂല. മുതൽ അവസാനം വരെ തല എത്രയോ കാലത്തിന് ശേഷം തിരിച്ചു വന്നൊരു ലെവലുണ്ട്. ആ ഒരു റേഞ്ചാണ്. വേതാളത്തിന് ശേഷമൊക്കെ തുടക്കം മുതൽ അവസാനം വരെ എന്താണ് നമ്മൾ ആഗ്രഹിച്ചത് അജിത്തിന് കിട്ടി. ആ ഒരു ലെവലുണ്ട്. മൊത്തത്തിൽ തൂക്കിയടിക്കും. വേറെ നോക്കാനൊന്നുമില്ല, വേറെ ലെവലാണ്. ഈ സമൂഹം കുറഞ്ഞു പോകും. ആ ലെവലിൽ അമ്മാതിരി ലെവലിൽ എല്ലാ പടത്തിലും റെഫറൻസും ഉണ്ട്. ആ ലെവലാണ് ചെയ്തിരിക്കുന്നത്. തല ഭയങ്കര ലെവല്. ആ രീതിയിൽ അർജുൻ അശോകന്റെ ഒക്കെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ തന്നെ മോശമായിട്ട് തോന്നിയത്. പക്ഷേ അർജുൻ ദാസിന്റെ വേറെ ലെവൽ. ബാക്കി എല്ലാം ഒരു രക്ഷയില്ല. തല എന്റെയാണ്, വേറെ നോക്കാനില്ല. തല ഫാൻസിന് ആഘോഷരാകും. നല്ല സിനിമ. അജിത്ത് പൊളിച്ചടക്കിയിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണുക. അടിപൊളി പടം. തിരിച്ചു വരാമൊന്നുമില്ല, അയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സൂപ്പർ മൂവി ബ്രോ. செம்மையா இருந்துச்சு. ஆக்ஷன் சீன்ஸ்லாம் செம்மையா இருந்தது. தூக்கி எறிഞ്ഞ് മസ്റ്റ് വാച്ച്. വിജയ മർച്ചിനെ കാട്ടും, തൂക്കി എറിഞ്ഞ് കാണാൻ തോന്നുന്നു. മസ്റ്റ് വാച്ച് ആണ്. തലയുടെ അഴിഞ്ഞാട്ടം കിടിലം പടം. ലുക്കായാലും സിനിമാറ്റോഗ്രാഫി ആയാലും BGM അടിപൊളി പടം, അടിപൊളി. തിരിച്ചു വരവ് അഴിഞ്ഞാട്ടം. വർഷങ്ങൾക്ക് ശേഷം തല ഇങ്ങനെ കാണാൻ പറ്റി. അജിത്തിന്റെ പടം നല്ല. ആലി പിന്നെ റെട്രോ സോങ്സിന്റെ ഒരു റെട്രോ സോങ് പുള്ളി ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കിടിലമായിരുന്നു. ഒരു ആക്ഷൻ സീൻസ്. പടം ഓവർ ലൗഡാണ്. കാരണം നമ്മൾ വിചാരിക്കും പോലെ ഒന്നല്ല. നമ്മുടെ ഒരു ഫാൻ മീറ്റർ എന്ന് പറയുന്നത് 100% മുകളിൽ പോകും. അത്രയും കിടിലായിട്ട് പ്രസന്റ് ചെയ്തിട്ട് ഞാൻ ഭയങ്കര ഗൂസ്ബം പഠിച്ചാണ് കണ്ടത്. കാരണം ഞാനൊരു കട്ട അജിത് ഫാനാണ്. അതുകൊണ്ട് എനിക്ക് പഴയ പടങ്ങളെല്ലാം അമർക്കളൊക്കെ തിയേറ്ററിൽ കണ്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓർമ്മ കൊണ്ടുവരാൻ പറ്റി. പിന്നെ ഒരു ലുക്ക്, പഴയ ഒരു ലുക്കുണ്ട്, അത് റീക്രിയേറ്റ് ചെയ്ത് കിട്ടില്ലായിരുന്നു. വേറെ ടെക്നിക്കൽ സംഭവം ഒന്നും ഇല്ലാതെ അജിത്തിനെ കൊണ്ട് തന്നെ ആ ഒരു പഴയ ലുക്ക്. പിന്നെ ഏത് വേഷം ഇട്ടു വന്നാലും ഭയങ്കര സ്വാഗ് ഓറയാണ് അജിത്ത്. അത് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഗാങ്സ്റ്റർ സ്റ്റോറിയാണ്. വേറെ ഒന്നും നമുക്ക് നോക്കല്ലോ. ഒരു 2-2.5 മിനിറ്റ് ഭയങ്കര ഫാസ്റ്റ് ആണ് പടം. ടക്ക 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 എന്ന് പറഞ്ഞാൽ സിനിമയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട് വെൽക്കം ടു ദ വേൾഡ് ഓഫ് GBU. അവിടെ തുടങ്ങി പടം ഒരു ഒറ്റ പോക്കാണ്. പിന്നെ നമുക്ക് ലോജിക്കൽ പരമായിട്ടും അല്ലെങ്കിൽ തിരക്കഥയായാലും കുറേ ഇമോഷൻസ് കണക്ട് ആവണമെന്ന് ചോദിച്ചാൽ ഇല്ല. ഒറ്റ ഇമോഷനേ ഈ പടത്തിൽ ഹെവി ആയിട്ടുള്ളൂ. അജിത് ഫാൻസ് എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു കട്ട ഫാനാണ്. അതുകൊണ്ട് അയാളുടെ താരത്തിനെ എങ്ങനെ പ്രസന്റ് ചെയ്യാമോ ആ രീതിയിൽ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ പടം എൻജോയബിൾ ആണ്. ആ ഒരു ഒറ്റ ഫാക്ടറാണ് ഈ പടത്തിനെ രസകരമാക്കിയിട്ടുള്ളത്. ഞാൻ ഒരു ഫാൻ ബോയ് പടം എടുക്കുമ്പോൾ അയാളെ പഴയ റെഫറൻസ് നമ്മൾ പറയില്ലേ, ഒരു ആക്ടറിന്റെ ബർത്ത്ഡേക്ക് നമ്മളൊരു മാഷപ്പ്, നമ്മൾ പഴയ സിനിമകളുടെ മാഷപ്പ് എഡിറ്റിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഗൂസ്ബം പഠിക്കില്ലേ, അതുപോലെ ഗൂസ്ബം പഠിച്ചിരുന്ന് കാണാൻ പറ്റും. ആ ഒരു വിസിൽ കിട്ടുന്ന അല്ലെങ്കിൽ ക്ലാപ്സ് ചെയ്യുന്ന കുറേ ഡയലോഗുകൾ സിനിമയിൽ വച്ചിട്ടുണ്ട്. അതൊക്കെ എൻജോയബിൾ ആയിരുന്നു.